നമസ്തേ. നമസ്തേ. ഡബിൾ ബാരൽ പ്രേക്ഷകർക്ക് ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വീഡിയോകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കും. ഞാൻ സത്യനാരായണൻ, എൻ്റെ കോ-ഹോസ്റ്റ് മധുസൂദനൻ ടി പി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അയോധ്യ വിഷയത്തെക്കുറിച്ചാണ്. അയോധ്യ വിഷയം എന്ന് പറയുമ്പോൾ അയോധ്യയിലെ പ്രശ്നമൊക്കെ തീർന്ന് അവിടെ ഇപ്പം നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു മന്ദിരം വന്നു കഴിഞ്ഞു. അപ്പോൾ അവിടെ ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു മഴ പെയ്താൽ എല്ലാവിടെയും ഉണ്ടാകുന്ന പോലെ ഉള്ള ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. അപ്പോഴേക്കും അയോധ്യ മന്ദിരം ചോർന്നൊലിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരാൻ തുടങ്ങി. പിന്നെ നമ്മുടെ മാധ്യമങ്ങൾ നമ്മളെ ഗവൺമെന്റിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാലോ. ഒരു അവസരം കാത്തു നിന്ന പോലെ എല്ലാ ചാനലുകാരും ക്യാമറയും പൊക്കിപ്പിടിച്ച് അങ്ങോട്ടെത്തി. പത്രമാധ്യമങ്ങളിൽ ഭയങ്കര എഴുത്ത് തുടങ്ങി, ഭയങ്കര അനാലിസിസ്. ഇവര് ഇനിയിപ്പോ പോട്ടെ, നരേന്ദ്രമോദിയോടും ഗവൺമെന്റിനോടും ഈ അയോധ്യ ക്ഷേത്രത്തോട് പോലും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഒന്ന്, ഇതൊരു ബൃഹത് പദ്ധതിയാണ്. അത് ഘട്ടം ഘട്ടമായിട്ടേ നടക്കൂ എന്നുള്ളത് നരേന്ദ്രമോദി തന്നെ അതിനുശേഷം ഈ ടെമ്പിൾ കൺസ്ട്രക്ഷൻ കമ്മിറ്റിയുടെ ട്രസ്റ്റിന്റെ ചെയർമാനായിട്ടുള്ള നൃപൻ മിശ്ര അവരൊക്കെ വളരെ ക്ലിയർ ആയി പറഞ്ഞിട്ടുള്ള, ആർക്കും അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ബാക്കി എല്ലാം മാറ്റി വെച്ചാലും ഇതിന്റെ കൺസ്ട്രക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള രണ്ട് കമ്പനികൾ, ഒന്ന് LNT ആണ്, വേറൊന്ന് ടാറ്റ ഗ്രൂപ്പാണ്. ഇപ്പൊ നമ്മുടെ ഇപ്പൊ നടക്കുന്ന 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം വലിയ വലിയ പ്രോജക്ട്സ് ആണ് നടക്കുന്നത്. ഈ പറഞ്ഞ തരത്തിലായിരുന്നു ഈ കമ്പനികൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതെങ്കിൽ നമ്മളെ സകല ഹൈവേയിലും പ്രശ്നങ്ങൾ വേണം, പിന്നെ പുതിയതായി പണിത എയർപോർട്ടിൽ പ്രശ്നങ്ങൾ വേണം. ഇതൊന്നും എവിടെ ഒരു പ്രശ്നമില്ല. ഇത് അയോധ്യ ശരിക്കും പറയുകയാണെങ്കിൽ സരയൂ നദിയോട് അടുത്തിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ. അപ്പോ അയോധ്യയിൽ പൊതുവെ ഞാൻ മനസ്സിലാക്കിയത്, അയോധ്യയിൽ സാധാരണ വെള്ളം കെട്ടി നിൽക്കുന്നത് പതിവായിട്ടുള്ള എല്ലാ സിറ്റിയിലും എന്ന പോലെ, എല്ലാ സിറ്റിയിലോ അല്ലെങ്കിൽ ടൗണിലോ എന്ന പോലെ മഴക്കാലത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ ഭയങ്കരമായിട്ട് മഴ പെയ്യുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ കെട്ടി നിൽക്കും. അയോധ്യയും അതിന് എക്സെപ്ഷൻ ഒന്നല്ല. അപ്പൊ അയോധ്യയില് അവിടെ കുറച്ച് മഴ പെയ്തു, അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലും പിന്നെ അവിടുത്തെ ബാക്കിയുള്ള റോഡിലും ഒക്കെ വെള്ളം ഉണ്ട് എന്നുള്ളതൊന്നും വലിയ വാർത്തയാക്കേണ്ട കാര്യമാണെന്ന് എനിക്കറിയില്ല. അവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് ചിലപ്പോൾ അതൊരു ദുരിതമായിരിക്കും, കാരണം അവർക്ക് ഉപജീവനം കഴിക്കണമെങ്കിൽ പുറത്തു പോയി വന്നല്ലോ. പക്ഷേ ഈ രാമമന്ദിരത്തിന്റെ കേസിൽ അവിടെ ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ ഇതിന് ഒരു കുഴപ്പം പറ്റിയത്, ആ അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനത്തോടു കൂടി പറയണം, അവിടുത്തെ ഇതിന്റെ മുഖ്യ പ്രീസ്റ്റ് സത്യേന്ദ്ര ദാസ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ചാടി കയറിയിട്ട് ഭയങ്കരമായിട്ട് ലീക്കാണ്, പിന്നെ മൂർത്തിയുടെ അവിടെ പൂജ നടത്താൻ പറ്റില്ല, ഭക്തജനങ്ങൾക്ക് അവിടേക്ക് വരാൻ പറ്റുന്നില്ല. ഇതിപ്പോ മഴയുടെ വെറും തുടക്കം മാത്രമാണ്. അയോധ്യയിലും UP-യിലും ശരിക്കുള്ള ഈ നമ്മുടെ മൺസൂൺ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, ഇത് വലിയൊരു പ്രശ്നമാവുന്നുള്ള രീതിയിൽ അദ്ദേഹം അങ്ങോട്ട്, ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതിന്റെ പണി നടക്കുന്നുണ്ട് എന്നത് അവിടുത്തെ ഈ ചീഫ് പ്രീസ്റ്റിനും അറിയുന്ന കാര്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കമ്മിറ്റിയിൽ ആരെങ്കിലും വിളിച്ചിട്ട് പറയാൻ, കാരണം അദ്ദേഹം പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും, കാരണം വളരെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ആളാണല്ലോ. അത് ചെയ്യുന്നതിന് പകരം നേരെ പത്രക്കാരോട് ഇങ്ങനെ ഇതൊരു ഭയങ്കര എന്തോ ഒരു പ്രശ്നം വന്ന മാതിരി എന്ന രീതിയിൽ അവതരിപ്പിച്ചത് എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് പറയുന്നു ശരിയായില്ല. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഒന്നാമതായിട്ട് മധുസൂദനൻ അവിടെ പോയതാണ്, മധുസൂദന് അവിടുത്തെ കാര്യങ്ങൾ എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. പക്ഷെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഈ എന്തായാലും പറയുന്ന ഗർഭഗൃഹം എന്നാണ് പറയുന്നത് അല്ലേ, ഈ നമ്മുടെ ഇതൊക്കെ മൂർത്തി അല്ലേ പ്രതിഷ്ഠാസ്ഥാനം. ആ ഗർഭഗൃഹം മോൾ ഭാഗം ശരിക്കില്ലേ കവറിങ് ചെയ്തിട്ടില്ല. അതാണ്. അതെ. അപ്പൊ എന്താ വെച്ചാല് അവിടെ അത് കവർ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒന്ന്. പിന്നെ രണ്ടാമത്, ഈ കല്ല് വെച്ചിട്ട് കെട്ടുന്ന ഈ ക്ഷേത്രങ്ങളിൽ ഈ കറണ്ടിന്റെ ഇതിന് വേണ്ടിയിട്ട് സാധാരണ
ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് ഒരു ചെറിയൊരു ദ്വാരം ഉണ്ടാക്കിയിട്ട് അത് കൂടെ പൈപ്പ് ഇറക്കിയിട്ടാണ് ഈ ഇലക്ട്രിക്കൽ വയറിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കാറ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവിടെ ഒന്നാമതായിട്ട് പണി പൂർത്തിയാകാത്ത ഒരു സ്ട്രക്ചർ അവിടെ ഉണ്ട്. പിന്നെ ഈ ഇലക്ട്രിക്കൽ വയറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ദ്വാരം, ആ ദ്വാരത്തിലൂടെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ വെള്ളം താഴോട്ട് ഇറങ്ങിയത്. അതും പക്ഷേ ഈ നമ്മുടെ ശ്രീരാമമൂർത്തിയുടെ അടുത്തൊന്നല്ല അത്. ശ്രീരാമമൂർത്തിയുടെ ഇപ്പുറത്തെ ഒരു ബോക്സ് പോലത്തെ ഒരു വലിയ ഭണ്ഡാരം, അവിടെയാണ് ജനങ്ങൾ ഈ മറ്റേ ഭക്തജനങ്ങൾക്ക് അതുവരെ പ്രവേശനം. അതിനപ്പുറത്ത് ഒരു തുള്ളി വെള്ളം പോലും. ഈ ഭാഗത്ത് ഇപ്പുറത്തായിട്ട് ആണ് ഈ പറഞ്ഞ പോലത്തെ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഒരു ഇതുള്ളത്. അതിന്റെ റൂഫിന്റെ പണി കഴിഞ്ഞിട്ടില്ല. പിന്നെ രണ്ടാം നിലയിലേക്കും മൂന്നാം നിലയിലേക്കും പോകാനായിട്ട് അതിന്റെയും പണി കഴിഞ്ഞിട്ടില്ല. പക്ഷെ സ്റ്റെയർ കേസ് ആദ്യം വാർത്ത് വെക്കില്ല. അപ്പൊ സ്റ്റെയർ കേസ് വാർത്ത ഒരു സ്ഥലത്ത് ഒരു ടെമ്പററി ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ടെങ്കിലും ഭയങ്കര മഴ വന്നപ്പോൾ അതിലൂടെ കുറച്ച് വെള്ളം വന്നു. അപ്പൊ ഞാനിപ്പോ ചെന്നൈയിൽ താമസിക്കുന്ന എൻ്റെ അപ്പാർട്ട്മെന്റിൽ നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പാർട്ട്മെന്റിലെ ഈ നമ്മുടെ സ്റ്റെയർ കേസ് ഉള്ള ഭാഗത്തുനിന്ന് നല്ല കാറ്റൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് കുറച്ച് വെള്ളമൊക്കെ ഒലിച്ച് താഴോട്ടൊക്കെ വരും. ഒരു വീടിന്റെ ഒന്നും ഉള്ളിൽ പോയില്ല ആരുടെയും. പക്ഷെ ആ സ്റ്റെയർ കേസിൽ അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കും ആ സമയത്ത്. കാരണം കുറച്ച് ഇങ്ങനെ ഭയങ്കര മഴ പെയ്താൽ കുറച്ച് വെള്ളം വരും. അതുപോലത്തെ ഒരു ഓപ്പണിംഗ് ഉള്ള സ്ഥലത്ത് ഭയങ്കരമായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം വരും. അപ്പൊ അവിടുന്ന് കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോ ഒരു ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു റിപ്പോർട്ടർ സംഘം അവിടെ പോയപ്പോൾ അവര് കണ്ടത് എന്താ വെച്ചാല് ഈ പറഞ്ഞ പോലെ തന്നെ ഈ മൂർത്തി ഇരിക്കുന്ന സ്ഥലത്തിന്റെ അടുത്ത് അവിടെയും വെള്ളമില്ല. പക്ഷെ ഈ പറഞ്ഞ ഇപ്പുറത്ത് ഈ ഭാഗത്തായിട്ടുള്ള ആ ഇവിടെ ഗുദ് മണ്ഡപം എന്നാണ് അതിന്റെ പേര് പറയുന്നത്. ആ മണ്ഡപത്തിന്റെ, അതായത് ഈ മൂർത്തിയുടെ മുൻവശത്തായിട്ട് കിഴക്കേ ഭാഗത്ത് ഈ ഗുദ് മണ്ഡപം എന്ന് പറയുന്ന സാധനത്തിന്റെ പണി കഴിഞ്ഞു. അപ്പോ അവിടെ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാല് ഒരു ചുവന്ന ബക്കറ്റ് വെച്ചിട്ട് അതിലേക്ക് ഈ വെള്ളം വീഴാനും അത് അപ്പൊ തന്നെ എടുത്ത് കൊണ്ടുപോകാൻ ഇഷ്ടംമാതിരി വോളണ്ടിയേഴ്സും പോലീസും എല്ലാവരും ഉള്ള സൗകര്യം എല്ലാം ഉണ്ട്. പിന്നെ അതിലൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വെള്ളം ആ ബക്കറ്റിൽ പിടിക്കാതെ താഴോട്ട് പോവുകയാണെങ്കിൽ മാർബിളാണ്, വഴുക്കി വീഴാനുള്ള സാധ്യതയുണ്ട്. അതില്ലാന്ന് ആരും ഡിനൈ ചെയ്യുന്നില്ല. അപ്പോ അത് ഒരു ഇത് വരുമ്പോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ട് നമ്മൾ സമ്മതിക്കുന്നു. പക്ഷെ ഇതൊന്നും പക്ഷേ ചോർന്നൊലിക്കുക എന്നുള്ള ആ നിർവചനം ശരിയല്ല. കാരണം ആ സ്ട്രക്ചർ 800 കൊല്ലം കഴിഞ്ഞാലും ചോർന്നൊലിക്കില്ല. കാരണം അതിന്റെ നിർമ്മാണം അതുമാതിരിയാണ്. ഇത് നമ്മുടെ കേരള സർക്കാരിന്റെ PWD പ്രോജക്റ്റ് മാതിരിയല്ല. ഒന്നാമതായിട്ട് ഫണ്ടിന് യാതൊരു ക്ഷാമവുമില്ല, ഇഷ്ടമാതിരി പൈസയുണ്ട്. പിന്നെ നല്ല കമ്പനീസാണ് കോൺട്രാക്ട് എടുത്തത്. പിന്നെ അതിന് മേൽനോട്ടം വഹിക്കാൻ പണ്ട് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന നിർമ്മൽ മിശ്ര അവിടെ തന്നെ ക്യാമ്പ് ചെയ്തിട്ട് അതിന്റെ മേൽനോട്ടം വഹിക്കും. അപ്പോൾ ഈ പണി കഴിയുന്നവർ ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അയോധ്യ മന്ദിരം ചോർന്നൊലിക്കുന്നില്ല. രാഹുൽ രാമന്റെ കൂടെ നിൽക്കുന്ന പൂജാരി ആയിരിക്കാം. അതാണ്, അതിനൊരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അവിടുത്തെ അഖിലേഷ് യാദവ് രാമനുണ്ടല്ലോ, അയാളെ കൂടെയോ അങ്ങനെ. അഖിലേഷ് അവിടുത്തെ MP-നെ രാജാ ഓഫ് അയോധ്യ എന്ന് പറഞ്ഞപ്പോ ആരോ പറഞ്ഞു അയോധ്യക്ക് ഒരു രാജേ ഉള്ളൂ, അത് ശ്രീരാമനാണ്. ഏതോ ഒരുത്തൻ ജയിച്ചു പോയിട്ടുള്ള, എങ്ങനെയോ ജയിച്ചു പോയതാ, അവനെ പറ്റി പറഞ്ഞിരിക്കുക അയോധ്യയിലെ രാജാ ഓഫ് അയോധ്യ. അപ്പൊ അതൊക്കെയാണ് അവിടുത്തെ വിവര നിലവാരം. പിന്നെ നമ്മൾ വലിയ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അയോധ്യയിൽ ഇങ്ങനത്തെ ഈ പറഞ്ഞ മാതിരി യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഈ ഇതിന്റെ. പിന്നെ വേറെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവർ പ്രധാനപ്പെട്ടിട്ടുള്ള എത്ര കാര്യമായിട്ട് ഇപ്പൊ ഈ പൂജാരി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ വെള്ളം അവിടുന്ന് ഒഴിഞ്ഞു പോകാനുള്ള ഒരു മെക്കാനിസം ഇല്ല എന്നുള്ള രീതി. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് അഗെയിൻ ഇതിന്റെ ഉള്ളിലല്ല, പുറത്തുള്ളത്. ഈ തീർത്ഥ ജലം ഡ്രെയിനേജിൽ പോകാൻ പറ്റില്ല. അത് ഒരു ക്ഷേത്രത്തിലും അത് അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിക്കുന്നുണ്ടായിരിക്കും അപൂർവ ക്ഷേത്രങ്ങളിൽ. പക്ഷെ ട്രഡീഷണലി ശരിക്കും ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ക്ഷേത്രത്തില് തീർത്ഥജലം പുറത്തേക്ക് ഒഴുകിയിട്ട് ആ ക്ഷേത്രത്തിന്റെ അതിലെങ്ങനെ പോകാന്നല്ലാണ്ട് എന്നിട്ട് അത് പുറത്തോട്ട് ഒഴുകുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും അത് ഡ്രെയിനേജിലേക്ക് ആരും ഒഴുക്കി കളയും. അപ്പൊ ഈ തീർത്ഥജലം ഒഴുകി പോകാൻ ഇതില്ല എന്നുള്ളത്, അത് പാടില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. അപ്പൊ ആ ഒരു ആർഗ്യുമെന്റിനും യാതൊരു വിലയില്ല. പിന്നെ നമുക്ക് എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മറ്റേ ഗുദ് മണ്ഡപത്തിന്റെ ഈ ഹൈറ്റ് ഇപ്പൊ ഉള്ളത് ആദ്യത്തെ നില ഇതായപ്പോ 20 അടിയാണ്. അത് ശരിക്കും പോകേണ്ടത് 50 നില. രണ്ടാം നില കംപ്ലീറ്റ് ആകുമ്പോൾ
50 അടി ഉയരത്തിലാണ് അതിൻ്റെ. അതായത് ഇപ്പൊ ഈ ഫ്ലോർ 20 ഫീറ്റ് ആണെങ്കിൽ അടുത്തത് 30 ഫീറ്റ് ആണ്. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് എല്ലാ പണിയും കഴിഞ്ഞ് സീൽ ചെയ്യുമ്പോൾ 50 ഫീറ്റ് ഹൈറ്റ് ആണ് അതിന്റെ. അപ്പൊ അതും നമ്മളൊരു ഫാക്ടറായിട്ട് എടുക്കണം. ഈ വെള്ളം എത്ര ഉയരത്തിൽ നിന്നാണ് ആ ഒരു ഇത് വരുന്നത്. പിന്നെ വേറെ ഒന്ന് ഇപ്പൊ നമുക്ക് സമ്മതിക്കാൻ പറ്റിയ കാര്യം, അയോധ്യ ക്ഷേത്ര കോമ്പൗണ്ടിൽ വെള്ളം നിൽക്കണമെന്നില്ല. വെള്ളം കോമ്പൗണ്ടിൽ നിന്ന് പോകാനുള്ളത്. പിന്നെ ഈ കുറച്ചു നേരം കൊണ്ട് ഭയങ്കര മഴ പെയ്തപ്പോ അവിടെ ഈ അയോധ്യ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ, മധുവിന് പരിചയം ഉണ്ടാവും, പോയതുകൊണ്ട് അവിടെ വെള്ളം കെട്ടിയിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ 28 ടീമിനെയാണ് യോഗി ആദിത്യനാഥ് ഗവൺമെന്റ് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഉടനെ ഇതാക്കിയത്. അതായത് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ട്. അപ്പൊ എന്താ വെച്ചാൽ അവര് പെട്ടെന്ന് തന്നെ ആ വെള്ളം ഡ്രെയിൻ ചെയ്തു പുറത്ത്, റോട്ടിലും മറ്റോടൊക്കെ. പക്ഷേ വെള്ളം പെട്ടെന്ന് ഡ്രെയിൻ ആയപ്പോൾ അതിൽ ആ ചളി ബാക്കി. എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ വെള്ളം ഭയങ്കരമായിട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അത് ഒഴുക്കി കഴിഞ്ഞാലും ചളി ബാക്കി. അത് കുറച്ച് തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി യാതൊരു സംശയമില്ല. പക്ഷെ അവരെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആ റോഡ് അന്ന് ആ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് വളരെ തിടുക്കപ്പെട്ട് ലേ ചെയ്ത റോഡാണ്. അപ്പൊ അതിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ റോഡ് ഈ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ഉടനെ അത് റിലേ ചെയ്യാനുള്ള, വീണ്ടും അത് ചെയ്യാനുള്ള എല്ലാവിധ സംവിധാനവും റെഡിയാണ്. മഴയുടെ ഒരു ഗ്യാപ്പിന് വേണ്ടി കാത്തു. അത് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിയാസിന്റെ റോഡ് മാതിരി ഒരു മഴയ്ക്ക് ഒലിച്ചു പോകുന്ന മാതിരിയായിരിക്കും. നല്ല ഉഗ്രൻ ഇത് തന്നെയായിരിക്കും. ഒന്നില്ലെങ്കിൽ കോൺക്രീറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ നല്ല നിലവാരത്തിലുള്ള ടാർ. അത് ജസ്റ്റ് ഒരു ഗ്യാപ്പിന് വേണ്ടി അവർ നിൽക്കുകയാണ്. എന്തുകൊണ്ട് ഇത് മുൻകൂട്ടി ചെയ്തുവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അവിടെ വേറെ പല പണികളും ഉള്ളതുകൊണ്ട് ഇത് ചെയ്യാൻ കുറച്ച്. പിന്നെ ഇങ്ങനെ ഒരു മഴ അവിടെ പ്രതീക്ഷിച്ചിട്ടില്ല, ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ ആവുന്നത്. ഇതിപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേഷന്, അയോധ്യയിലെ അവിടുത്തെ ഭരണകൂടത്തിന് ഇതൊരു ഒരു പാടാണ്. ആദ്യത്തെ മഴ അല്ലേ? അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് അവർ പഠിക്കും. അതിൽ നിന്നുള്ള എല്ലാവിധ അനുഭവങ്ങളും അവർ ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അയോധ്യ ക്ഷേത്രത്തിനോ അതിൻ്റെ ആ കോംപ്ലക്സിനോ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കും. ഇനി മധുസൂദനല്ലോ. ഏതായാലും അയോധ്യയിലെ ഈ ഒരു കാര്യം വളരെ ഒരു രസമാണ്. കാരണം ഈ രാമനെ എത്ര കാലം ആർക്കും കണ്ടുകൂടായിരുന്നു. ഒരു മാധ്യമത്തിനും ഇഷ്ടമല്ല. ദൃശ്യമാധ്യമത്തിനായാലും മറ്റ് മാധ്യമങ്ങൾക്ക് ആർക്ക് തന്നെ ആയാലും രാമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരു എതിർപ്പുള്ള ഒരു മനുഷ്യൻ വേറെ ഉണ്ടായിട്ടില്ല. ആ ഒരു മഹാരാജാവിനെ ആർക്കും കണ്ടുകൂടാ. എല്ലാവർക്കും വെറുപ്പിന്റെ ഭാഷകളിലൂടെ മാത്രമായിരുന്നു ചിത്രീകരിച്ചിരുന്നത്, എഴുതി വെച്ചിരുന്നതും. നമ്മളെ എന്ത് തന്നെയാലും അങ്ങനെ മാത്രമേ നമുക്ക് രാമനെ അറിയാൻ പറ്റൂ എന്നുള്ള ഒരു സ്ഥിതിവിശേഷമായിരുന്നു. അപ്പൊ ഇപ്പോഴേതായാലും നമ്മളെ ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ, ഭാരതത്തിലെ സർവ പത്രക്കാർക്കും രാമനോടൊരു പ്രേമുണ്ടായി എന്നുള്ളത് വളരെ ഒരു സന്തോഷത്തിലെ കാര്യമാണ്. കാരണം രാമൻ പോലും മഴ കൊള്ളുക, വെയിൽ കൊള്ളുക എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഒരു ഘോഷാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കില് അതൊക്കെ വലിയൊരു സംഭവമാണ് ഇപ്പോ. ഇത്രയും കാലം കണ്ടുകൂടാത്ത ഒരു രാമൻ എങ്ങനെയെങ്കിലും ഇവര് ഇത്ര സ്നേഹിച്ചല്ലോ, അതേതായാലും ഒരു സന്തോഷമുണ്ട്. ഏതായാലും ഇവരെ സ്നേഹമൊന്നും അവിടെ ആവശ്യമില്ല. ഇവരാരും അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അവിടെ ഒരു പ്രത്യേക ഒരു രാമനാണെന്ന് കണക്ക് കൂട്ടിക്കോട്ടെ ഇവർക്കാർക്കും. കാരണം എത്രയോ കാലം കാട്ടിന്റെ അകത്ത് പോയിട്ട് മഴയും കൊണ്ട് കിടന്ന രാമനാണ് അല്ലേ? ഒരുപാട് വർഷങ്ങളോളം കാട്ടിന്റെ അകത്ത് പോയിട്ട് അവിടെ കൊട്ടാരമൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. വർഷങ്ങളോളം അങ്ങനെ കിടന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറെ ആരോ പിന്നെ അമ്പലമൊക്കെ തച്ചു പൊളിച്ച് പള്ളിയൊക്കെ കെട്ടി. ഈ പള്ളി കെട്ടിയ സമയത്ത് രാമൻ ഔട്ടായിരുന്നു. ആ സമയത്ത് ഈ രാമനെ നോക്കാൻ വരെ ആരുമില്ല. അന്ന് രാമനെ പറ്റി കുറ്റം പറയാനും, രാമനെ എടുത്ത് വലിച്ചെറിയാനും, രാമന്റെ വിഗ്രഹം എടുത്തിട്ട് നോട്ടിലേക്ക് ഇടാനും അതൊക്കെയായിരുന്നു. പിന്നെ ഹിന്ദുക്കൾ സംഘടിച്ചു. രാമന്റെ സ്നേഹിക്കുന്ന ഹിന്ദുക്കൾ, എല്ലാവരെയും പറയാൻ പറ്റില്ല. അപ്പൊ രാമനെ സ്നേഹിക്കുന്ന ഹിന്ദുക്കള് അതിനോടുണ്ടായ പ്രേമം കൊണ്ട് അവിടെ വീണ്ടും ഒരു പ്രതിഷ്ഠ നടത്തി അല്ലേ? അവിടുത്തെ ആ തർക്ക മന്ദിരത്തിനെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ വീണ്ടും ഒരു പ്രതിഷ്ഠ നടത്തിയിട്ട് പിന്നെയും 30-32 വർഷത്തോളം ഈ പറയുന്ന രാമൻ ഷെഡിലായിരുന്നു.
നീല താ നീല താർപോളിൽ ഇട്ടിട്ടൊരു ഷെഡിലായിരുന്നു. അന്നും ഉണ്ടായിട്ടില്ല ഇവർക്ക് ആർക്കും ഒരു പ്രേമവും. ഉണ്ടായിരുന്നോ? ആർക്കും ഉണ്ടായില്ല. കണ്ടൂടായിരുന്നു. മറന്നുപോയിരുന്നു. ഇന്ന് ആ രാമനെ സ്നേഹിക്കുന്ന ആ രാമഭക്തന്മാര് അവിടെ ഒരു രാജകൊട്ടാരം അദ്ദേഹത്തിന് പണിതു. അതിന് ചിലപ്പം ചോർച്ച ഉണ്ടാകും. അത് ആ രാമന്റെ ഭക്തന്മാരങ്ങ് സഹിച്ച് എത്രയോ വർഷങ്ങളോളം വെയിലും മഴയും കൊണ്ട് രാമന് ഒരു 10 ദിവസം കുറച്ച് സൈഡിൽ കൂടി ഒരു മഴ കൊണ്ടുകൊണ്ടൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഏഹ് അവിടെ വർഷങ്ങളോളം കാത്തു സൂക്ഷിക്കേണ്ട, വർഷങ്ങളോളം നിലനിൽക്കേണ്ട തരത്തിലുള്ള ഒരു മഹാമന്ദിരാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ മുഴുവൻ പണിയൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. അതിന് ഇവരെന്ത് പറഞ്ഞാലും ശരി, ഇനി നരേന്ദ്രമോദിയുടെ ഒരു ഹൈക്കിന് വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞാലും ശരി, അത് പണി കഴിയാതെ തന്നെയാണ്. ആ ഒരു നല്ല ദിവസം, അത് നല്ലൊരു മുഹൂർത്തത്തിന് വേണ്ടി, ആ നല്ലൊരു മുഹൂർത്തം എത്രയോ വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന ഒരു മുഹൂർത്തമാണെന്ന് കുറിച്ച് കിട്ടപ്പെട്ടത് കൊണ്ട് അന്നേ ദിവസം തന്നെ അവിടെ ഒരു പിന്നെ പ്രതിഷ്ഠ നടത്തണം എന്നുള്ളത് കൊണ്ട് അന്ന് നടത്തി. അത്രേ ഉള്ളൂ. അത് രാമഭക്തന്മാരും രാമനെ സ്നേഹിക്കുന്നവരും നടത്തിയതാണ്. ഈ പറയുന്ന പത്രക്കാരോ ഈ പറയുന്ന ഈ മാധ്യമക്കാരോ ആരും തന്നെ വന്നിട്ട് ചെയ്തതൊന്നുമല്ല. അപ്പം ഇവരാരും ഇത്ര ദണ്ണപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ അവിടുത്തെ റോഡുകളിൽ ലേശം വെള്ളം നിൽക്കുന്നത് പറഞ്ഞു. ഇവരിവിടെ ഈ കേരളത്തിലെ ആൾക്കാർ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ, ഇവർക്ക് ഇവിടുത്തെ റോഡെന്ന് ഏതെങ്കിലും ഒരു റോഡ് നന്നാക്കാൻ പറ്റിയിട്ടുണ്ടോ? അവിടെ അയോധ്യയിൽ മുമ്പ് കാലത്ത് ഇപ്പം ഒരു 92 പോയ ആൾക്കാർക്ക് അറിയാം അവിടെ എന്തായിരുന്നു. ചെറിയ ഇടവഴിമാരത്തെ റോഡും ആൾക്കാർക്ക് ഒരു രണ്ടാൾ അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് വരുമ്പോൾ കൂട്ടിമുട്ടി പോകുന്നത്, ഒരു സൈക്കിളിൽ പോകാൻ ഉള്ള സ്ഥലം മാത്രമുള്ള ചെറിയ റോഡുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അയോധ്യക്ക് ചുറ്റുമുണ്ടായിരുന്നത്. അത് ഇന്ന് ഒരു പുതിയ ഒരു തരത്തിലേക്ക് ഉയർന്നു വരുമ്പോൾ അവിടെ പല തരത്തിലുള്ള കൺസ്ട്രക്ഷൻ ഉണ്ടാകുമ്പോൾ അവിടെ കുറച്ച് വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ക്ലിയർ ചെയ്യാൻ വളരെ പ്രാപ്തിയുള്ള ഒരു സർക്കാർ തന്നെയാണ് ഇന്ന് അയോധ്യയിൽ അവിടെ ഭരിക്കുന്ന യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ആള്. അയാളെ അതൊന്നും ആരും പഠിപ്പിച്ചു കൊടുക്കൊന്നും വേണ്ട, അതിനെപ്പറ്റി നോക്കാൻ. പിന്നെ ഇതിന്റെയൊക്കെ കരാറ് നിങ്ങൾ പറഞ്ഞ മാതിരി LNTയും ടാറ്റയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മളെ ഇവിടുത്തെ ഇവരൊന്നല്ല. എന്താ അതിന്റെ പേര്? കേരളത്തിലെ ഏതോ ഒരു കമ്പനി ഉണ്ടല്ലോ, പിന്നെ എന്താ എന്താ ആ ഊരാളങ്കൽ സൊസൈറ്റി ഒന്നല്ല അവിടെ ഇതെടുത്തിട്ടില്ലത്. ഈ ഊരാളങ്കൽ സൊസൈറ്റി കുറെ ആൾക്കാർ കൂടി ഇരുന്നിട്ട് ഏതോ ഒരു മൂലക്ക് ഇരുന്നിട്ട് ഉണ്ടാക്കിയ ഒരു സൊസൈറ്റിയാണ് ഇത് എടുത്തതെന്ന് വിചാരിക്കേണ്ടാരും. ഇതെടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മഹത്തായ, ഇന്ത്യയിൽ മാത്രമല്ല, ലസൻ ടോബോ എന്നൊക്കെ പറഞ്ഞെങ്കിൽ ലോകോത്തര കമ്പനിയാണ്. ടാറ്റയോ അതെ, ടാറ്റക്കും പിന്നെ ഔട്ട്സൈഡ് ഇന്ത്യ വരെ വർക്കൊക്കെ വലിയ വലിയ കമ്പനികളാണ്. അവരുണ്ടാക്കിയെടുക്കുന്ന ഈ സാധനത്തിനെ ഒന്നും കുറ്റം പറയാനൊന്നും മാത്രം ഈ മാധ്യമത്തിന്റെ ഈ ആൾക്കാരൊന്നും വളർന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ കൂട്ടത്തിൽ പിന്നെ രാമനോട് വെറുപ്പുള്ള മതസ്ഥരുണ്ട്. എല്ലാ മതസ്ഥരെയും പറയാൻ പറ്റില്ല കേട്ടോ. ചിലവർക്കൊക്കെ രാമൻ ഓക്കെയാണ്. ചിലവർക്ക് ഇത് കണ്ടോടെ. ഈ ബാബറിന്റെ അഞ്ചന്മാരുണ്ട്, അവർക്ക് ഇത് തീരെ, ബാബറിന്റെ മരുമക്കളൊക്കെ ഉണ്ട്, അവർക്ക് തീരെ ഇത് പിടിക്കൂല. അപ്പൊ അവരും കുറച്ച് ഇതിന്റെ കൂട്ടത്തിലൊരു ഇതിന് എരിയുന്ന തീന്റെ കൂട്ടത്തിൽ ഒന്ന് വെച്ചു കൊടുക്കുക അറിയില്ല. കത്തുമ്പോ ഉത്തരം ഊരുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ പണി ഓരും കൂടി ചെയ്യുന്നുണ്ട് എന്നേ ഉള്ളൂ. ഇതൊന്നും സംഘടിതമായ ഇന്നത്തെ ഈ നാട്ടിലെ ഹിന്ദുവിന് വലിയ പ്രശ്നമൊന്നുമല്ല. ഈ രാമനെ സ്നേഹിക്കുന്നവർക്ക് പ്രശ്നമല്ല. അവർക്കറിയാം. അവിടുത്തെ പൂജാരി ഒരു വിഡിത്തം പറഞ്ഞിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അത് മൈക്ക് കണ്ടപ്പോ ചിലവർക്കുണ്ടാകുന്ന ഒരു ഭ്രമം കൊണ്ട് അങ്ങ് പറഞ്ഞു പോയതായിരിക്കാം. കാരണം അയാൾക്ക് പൂജ കഴിഞ്ഞാൽ ഇത് ഈ രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടൊന്നും വലിയ വിവരം ഉണ്ടാവില്ല. അദ്ദേഹം പൂജ ചെയ്ത് രാമനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന, രാമരാമൻ പറഞ്ഞിരിക്കുന്ന ആളാണ്. അപ്പൊ ഇതെങ്ങനെ ഇത് പൂജ, വെള്ളമൊക്കെ ഒഴുകുന്നുണ്ടല്ലോ, ഇതിങ്ങനെ പ്രശ്നമായിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചു. ആ ഫുള്ള് വെള്ളാണ്,
അങ്ങനെ ഒഴുകുന്നുണ്ട്, അത് ശരിയായിട്ടില്ല, മറ്റേ അവിടെ ഇവിടെയൊക്കെ വെള്ളം നിൽക്കുന്നു, ഭക്തർക്ക് ബുദ്ധിമുട്ടാണെന്നില്ല തരത്തില് അദ്ദേഹം ഇതിന്റെ രാഷ്ട്രീയ വശവും ഇതിനെ കുത്തിപ്പൊന്തിച്ചിട്ട് നാശമാക്കുമൊന്നും അയാൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അയാൾക്ക് ആ ഒരു ചിന്തയിലേക്ക് പോകാനുള്ളത് അയാളെ തല പോയിട്ടുണ്ടാവില്ല. കാരണം ഇത് കുത്തിത്തിരിപ്പായിട്ടാണല്ലോ പോകുന്നത്. ഈ കുത്തിത്തിരിപ്പിന്റെ ആൾക്കാർക്ക് ഏത് തരത്തിലും ചോദിച്ചതിനെ എങ്ങനെയാണ് ഒരു 10 തരത്തില് സംസാരിച്ച് മോശമാക്കുക എന്നാണ് ഇവരൊക്കെ ഐഡിയ. അപ്പൊ അത് ഏതായാലും രാമന് യാതൊരു കുഴപ്പവുമില്ല. രാമന്റെ വിഗ്രഹത്തിനോ ആ ഒരു പ്രദേശത്തു കൂടിയോ ഒരു വെള്ളച്ചാട്ടം ഒന്നും അവിടെ പോകുന്നതില്ല, വെള്ളച്ചാട്ടം ഒന്നുമില്ല. എതിരെയോ ലീക്കായി ചെറുങ്ങനെ ഒരു വെള്ളം വന്നിട്ടുണ്ട്. പിന്നെ അതിനില്ല വളണ്ടിയേഴ്സ് അവിടെ ഉണ്ട്, അവിടെ കാര്യങ്ങൾ നോക്കാനുള്ള ആൾക്കാരുണ്ട്, അവിടെ ഭക്തന്മാരുണ്ട്, അവിടെ എന്തിനും തയ്യാറായ, ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായ രാമഭക്തൻ ഞാനടക്കം, എൻ്റെ ഈ പ്രായത്തിൽ വരെ ഞാനടക്കം അതിനു വേണ്ടി സന്നദ്ധനായി നിൽക്കുന്ന ഒരു വളണ്ടിയറാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. ഇത് ഒരു സാധാ സംഗതി. അതിലൊന്നും പോയിട്ട് ഇവിടെ എത്രയോ അമ്പലങ്ങൾ പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് നോക്കാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. അവിടെ ഈ അഖിലേഷ് യാദവും മറ്റ് യാദവന്മാരും വേറെ പിന്നെ രാഹുൽ രാജാവൊക്കെ ഉണ്ടല്ലോ, രാഹുൽ രാമൻ ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ പ്രശ്നമൊക്കെ ദിവസങ്ങൾ മാത്രം നിലനിൽക്കുന്ന ചെറിയ ഒരു കൂന്, ഈ വീട്ടിക്ക് മുളയ്ക്കുന്ന ഒരു കൂന് മാത്രമാണ്. ഇങ്ങനെ കഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പല തരത്തിലാണ് നമ്മളെ നരേന്ദ്രമോദിക്കെതിരായിക്കൊണ്ട് കഥകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത്. അതിന്റെ ഒരു കഥയാണ്. നീറ്റൊക്കെ കഴിഞ്ഞപ്പോ ഇനി അടുത്തതൊന്നു വന്നു. ഇനി ഒരു 10 ദിവസം കഴിയുമ്പോൾ അടുത്ത ഒരു കഥ വരും. അദ്ദേഹത്തിന് ഇത് വലിയ പ്രശ്നമല്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ നേരെ ഇങ്ങനെ എറിയുന്ന സാധനം അത് ബൂമറാൻമാരി ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നതാണ് എപ്പോഴും കാണാറ്. അതേ തരത്തിൽ തന്നെ രാമൻ ഇതൊക്കെ തടഞ്ഞോളും, രാമൻ ഇതിന് എതിരെയുള്ള അമ്പുകൾ അവിടെ ഇരുന്ന് ഇങ്ങനെ എഴുതി വിട്ടോളും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അത് അത് രാമന്റെ ഒരു ലോകമാണ്. ആ ലോകത്തിനെ നിലനിർത്തിപ്പിക്കാനൊന്നും ഈ ഒരു മാധ്യമത്തിന്റെ ആവശ്യവുമില്ല എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു മാറ്ററിനെ പറ്റിയിട്ട് പറയാനുള്ളൂ. അത്രേ നമ്മളെ പ്രേക്ഷകരോട് സംസാരിക്കാനുള്ളൂ. ഈ മാധ്യമ സൃഷ്ടികളിൽ പെട്ട് ചില ചില ആൾക്കാരെങ്കിലും ഉണ്ടാവും ഒരു 2 തരത്തിൽ ഇതിനെപ്പറ്റി ചിന്തിച്ചു പോകുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിക്കേണ്ട യാതൊരു കാരണവുമില്ല, യാതൊന്നുമില്ല. രാമൻ സേഫാണ്. രാമനെ സേഫ് ആക്കാൻ ഇനി ഈ മാധ്യമങ്ങളുടെ ഒരു സഹായവും വേണ്ട. ഈ രാമനെ എതിര് നിൽക്കുന്ന ബാബറിന്റെ മരുമക്കളെ ഒരു സഹായവും അവിടെ ആവശ്യമില്ല എന്ന് മാത്രം ഞാനിവിടെ ഈ ഒരു ടോക്കിൽ ഞാൻ പറയുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് നമ്മളെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഇത് ഇവിടെ നിർത്താമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ പരിപാടി കാണുന്ന നമ്മളെ ഡബിൾ ബാരലിന്റെ എല്ലാ പ്രേക്ഷകരും പുതിയതായി കാണുന്നവരും രാമനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നമസ്തേ.